നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും മന്ത്രി. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനം ഒക്ടോബർ 8 നടക്കും. വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പിരിമിഡ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്കിടെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കുന്നത് ഇത് 3ാം തവണ. ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം. മുടങ്ങിയിരിക്കുന്നത് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ നെടുങ്കണ്ടം, ആദിയാർപുരം, തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയുടെ നിർമ്മാണം. 8 മാസത്തിലധികമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. വിശദമായ വാർത്തകളിലേക്ക്. പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ ചിന്തകളിൽ ഊന്നിയ പ്രവർത്തനങ്ങളിലൂടെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പദയാത്രകൾ, ഹരിത ചെക്ക് പോസ്റ്റുകൾ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് നടത്തുന്നത്. പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 വരെ നീളുന്ന പ്രചരണ പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലിന്യമുക്ത കേരളത്തിലുള്ള സമഗ്രമായ ഒരു ക്യാമ്പയിനാണ് ഇന്ന് തുടങ്ങുന്നത്. ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ 2025 മാർച്ച് 30 വരെ. ഒരുപക്ഷെ ഇത്ര നീണ്ട ഒരു ക്യാമ്പയിൻ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അപ്പോൾ ഒരു ദിവസം കൊണ്ടാകാവുന്നതല്ല. പരിശ്രമകരമായിട്ടുള്ള വലിയ നേട്ടം കൈവരിക്കാൻ ധാരാളം ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. നല്ല അവയർനെസ് കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കുക. ഇതിൻ്റെ അപകടത്തിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയുന്ന ക്യാമ്പയിനായി തന്നെ ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ക്യാമ്പയിനിൽ എല്ലാവരും ഒത്തുചേരുന്നത്. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടിറ്റാജി ജോസഫ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ അജയ് P. കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ, കുടുംബശ്രീ കോർഡിനേറ്റർ CR മിനി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KR ഭാഗ്യരാജ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹരിത കലാലയങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രം, മാതൃക ഹരിത സ്ഥാപനം എന്നിവയുടെ പ്രഖ്യാപനങ്ങളും മന്ത്രി നടത്തി. തുടർന്ന് 500 ശുചിത്വ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ കോളേജ് ശുചീകരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ജില്ലാ കളക്ടർ കൺവീനറുമായ ജില്ലാതല നിർവഹണ സമിതിയാണ് ജില്ലയെ മാലിന്യമുക്ത ഇടുക്കിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 8 സമാപന സമ്മേളനം നടക്കും. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവ നടത്തിയിരുന്നു. ഒക്ടോബർ 8 നടക്കുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ, കോളേജ്, ക്ലബ്ബ്, വിവിധ EDCകൾ എന്നിവ പങ്കെടുക്കുന്ന ജനബോധന റാലി നടക്കും. കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഹോളിഡേ ഹോമിലേക്കാണ് റാലി. റാലിയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് അവാർഡും ട്രോഫികളും നൽകും. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. വനം വന്യജീവി സംരക്ഷണം ഭരണഘടനാപരമായി
നമ്മുടെ കർത്തവ്യം കൂടിയാണ്. ഈ വേളയിൽ വന്യജീവി വാരാഘോഷത്തിൻ്റെ അന്തസത്തയും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന അവബോധം സൃഷ്ടിക്കാനും മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും വനത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സംരക്ഷണവുമല്ല, പാരസ്പര്യത്തോടുകൂടി ഇവ രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സമീപനത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മലയോര മേഖലയിലെ കർഷകരും വനം വകുപ്പും തമ്മിൽ രമ്യതയിലെത്തുന്ന ഒരു സാഹചര്യം കണ്ടെത്തുക, വളർത്തിയെടുക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനും കൃഷിവിളകൾ സംരക്ഷിക്കുന്നതിനുമായി പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടപ്പാക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം വള്ളക്കടവ് വനപർവം ഓഡിറ്റോറിയത്തിലും നടന്നു. പരിപാടിയിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഗംഗാ സിംഗ്, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഇസ്ലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്കിടെ ഇത് 3ാം തവണയാണ് തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളായ കലൈ അരസി, പ്രിയ, ഓമന, ശോഭന, മേരിക്കുട്ടി, സരോജ എന്നിവർക്കാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത്. എസ്റ്റേറ്റിൽ ജോലി നോക്കുന്നതിനിടെ മലന്തൂക്കിനത്തിൽപ്പെട്ട കടന്നൽ കൂട്ടം തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു. കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ സംഭവസ്ഥലത്ത് ബോധം കെട്ടു വീണു. കൂടെ ജോലി ചെയ്യുന്നവരെ കടന്നൽ ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയവർക്കും കടന്നലുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായി തൊഴിലാളികൾ പറഞ്ഞു. ഏലക്ക എടുത്തോണ്ടിരിക്കുമ്പോ ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് അറിയത്തില്ല. ആദ്യം ഈ കൊച്ചിനെ കുത്തി, എന്നിട്ട് ആ കൊച്ച് ആരൊക്കെ അടുത്തു പോയി രക്ഷിക്കാൻ പോയോ എല്ലാരെയും കുത്തി. 6 പേരെ കുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്കിടെ ഇത് 3ാം തവണയാണ് തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നേരെ കടന്നലിന്റെ ആക്രമണമുണ്ടാകുന്നത്. ഇടുക്കി താരതമ്യമില്ലാത്ത കായിക കരുത്തിന്റെ ജില്ലയെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്കിൽ 2 ദിവസമായി നടന്നുവന്ന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക മേഖലയിൽ മുന്നിട്ട് നിന്നിരുന്ന നമ്മുടെ ജില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ മറ്റു ജില്ലകളെക്കാൾ ഇപ്പോൾ പിന്നിൽ പോയിരിക്കുകയാണ്. ജില്ലയിൽ കായിക അധ്യാപകരുടെ കുറവ് ഈ മേഖലയിൽ പിന്നോട്ടു പോകാൻ കാരണമായി. ഇടുക്കി താരതമ്യമില്ലാത്ത കായിക കരുത്തിന്റെ ജില്ലയാണെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കായിക ശേഷിക്കൊത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ നെടുങ്കണ്ടം സ്റ്റേഡിയം. ഈ സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും ഇവിടെ യാഥാർത്ഥ്യമാവുക വഴിയായി നമുക്ക് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല നിലയിൽ അതിനോടൊപ്പം അതിനേക്കാൾ മികച്ച നിലവാരത്തിൽ നമുക്കിവിടെ മത്സരിക്കാൻ കഴിയും. തീർച്ചയായും ഈ പ്രത്യേകമായ സൗകര്യം നമുക്ക് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ആ തരത്തിൽ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുമ്പോൾ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ടാണ് അതിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തുന്നത്. തീർച്ചയായും ഇതുപോലെ ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടാവണം. സ്റ്റേഡിയങ്ങൾ പുനരുദ്ധരിക്കപ്പെടണം. കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭിക്കണം. സ്കൂൾ തലത്തിൽ കായിക അധ്യാപകന്മാരുടെ ഷോർട്ടേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ടത്. മുമ്പ് ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്കൊക്കെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയിരുന്നത് ഇടുക്കിയിലെ കുട്ടികളാണ്, നമ്മുടെ സ്കൂളുകളാണ്. പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു അന്ന് കേരളം മുഴുവനുള്ളത്. അപ്പൊ എല്ലായിടത്തും സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച തരത്തിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ മറ്റ് മേഖലകളിൽ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഇവിടെ സൗകര്യം കുറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വ്യത്യാസമുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. രണ്ടാമത്തത് കായിക പരിശീലകരുടെ അഭാവം സ്കൂളുകളിൽ ധാരാളമായി ഇന്ന് കാണുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ തലത്തിൽ ഒരു ശ്രമങ്ങൾ
നല്ല ശ്രമങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അത് ശുഭപര്യവസായിയായി അത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കപ്പെടും എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയുക. ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിക്ക് ഓവറോൾ ട്രോഫി അദ്ദേഹം വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വി.ഡി. എബ്രഹാം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M.S. മഹേശ്വരൻ, രാജേഷ് അമ്പലത്തിങ്കൽ, ഷിഹാബ് ഇട്ടിക്കൽ, M.N. ഗോപി, ഷിജോ KK, ഷൈജു ചന്ദ്രശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. കായിക മേഖലയ്ക്ക് സംഭാവന നൽകിയ റൈസൺ ജോസഫിനെയും സാഫ് ഗെയിംസ് വെങ്കല മെഡൽ ജേതാവ് തോമസിനെയും MP പൊന്നാട അണിയിച്ച ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഈ ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ 1, 2, 3 സ്ഥാനം നേടിയവർ ഒക്ടോബർ 10 മുതൽ 12 വരെ തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി റവന്യൂ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. ഉപ്പുതറ വളകോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകി ജില്ലാ പഞ്ചായത്ത്. 1 കോടിയോളം രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഓഫീസ് നിർമ്മാണത്തിനായി 22 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. വളകോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉൾപ്പെടുന്നവരാണ്. വർഷങ്ങളോളം പഴക്കമുള്ള സ്കൂൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥയും പരിമിതികളും പലതവണ PTA-യും നാട്ടുകാരും ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി 1 കോടി രൂപയോളം മുതൽ മുടക്കിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച സ്കൂളിന് നൽകിയത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് നമ്മൾ വളകോട് സ്കൂളിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത്. 2021 മുതൽ നമ്മൾ ഓരോ വർഷവും ബഹുവർഷ പ്രോജക്റ്റുകൾ വെച്ച് ഫണ്ട് അനുവദിച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളത്. 1 കോടി രൂപയ്ക്കടുത്ത് നമ്മൾ പൈസ മുതൽ മുടക്കിയാണ് വളകോട് ട്രൈബൽ സ്കൂളിന്റെ കെട്ടിടം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ് റൂമുകളും നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം എന്ന നിലയിൽ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് നമുക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്നം മുൻനിർത്തി തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുത്ത് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണം ഈ മാസം അവസാനത്തോടുകൂടി നമുക്ക് കുട്ടികൾക്കത് തുറന്നു കൊടുക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുടെ കൊണ്ട് ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിധി കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഈ മാസം അവസാനത്തോടുകൂടി അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തി കുട്ടികൾക്ക് നമ്മളത് തുറന്നു കൊടുക്കും. അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള പഴയ കുറേ കെട്ടിടങ്ങൾ നമുക്കവിടെയുണ്ട്. ഇതെല്ലാം അഡീഷണലായിട്ട് നമ്മൾ കുറച്ച് പൈസയും കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ മെയിൻ്റനൻസും പൂർത്തീകരിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഓഫീസ് നിർമ്മാണത്തിനായി പുതിയ കെട്ടിടം പണിയുന്നതിന് 22 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികളും പുരോഗമിക്കുകയാണ്. നിർമ്മാണം അവസാനിക്കുന്ന മുറയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൂടിയുള്ള കെട്ടിടം തുറന്നു കൊടുക്കുന്നതോടെ സ്കൂളിന്റെയും പ്രദേശത്തിന്റെയും സമഗ്രമായ വികസനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ച കുഴിയിൽ പൗരസമിതി വാഴ നട്ട് പ്രതിഷേധിച്ചു. നിരവധി അപകടങ്ങളാണ് ദിവസേന ഇവിടെ ഉണ്ടാകുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ പൈപ്പിടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചത്. എന്നാൽ വെട്ടിപ്പൊളിച്ച ഭാഗം ടാർ ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു. 6 മാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൗരസമിതി വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിലായിരുന്നു പ്രതിഷേധം. ഈ വലിയ ഒരു ഗർത്തം അത് വാട്ടർ അതോറിറ്റിയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്, പൈപ്പിടാൻ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു പുനർനിർമ്മാണം ഇതുവരെ അവർ ചെയ്തു തീർത്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗർത്തത്തിൽ വീണ് സ്കൂട്ടർ അതുപോലെ കാറുകളിലൊക്കെ അപകടമുണ്ടായി. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ ഓടയിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വീണ് അദ്ദേഹത്തിന് തല പൊട്ടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
ഈ അടിമാലി കുമളി ഹൈവേയുടെ അതോറിറ്റി AXA ഈ വിവരം അറിയിക്കുകയും അവർ ഈ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ റോഡിൽ ഇങ്ങനെ വലിയൊരു കുഴി കുഴിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അവരതിനെപ്പറ്റി അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 കൊട്ട മെറ്റിൽ ഇതിനകത്ത് പോയിരിക്കും. അതിനുശേഷം നമ്മൾ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ, ഞങ്ങളാണ് ചെയ്തത്. പക്ഷേ സാറേ, അത് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. കാരണം ഇത്രയും തിരക്കുള്ള ഈ ഹൈവേയിൽ ഈ സംവിധാനം അത് എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകും. എന്തായാലും ഇത് അടിയന്തരമായി ഈ 2 ഓടകൾ അടിയന്തരമായി ടാർ ചെയ്ത് പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ ഭാഗത്തെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുഴി ടാർ ചെയ്തില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധത്തിലേക്ക് കടക്കുമെന്നും പൗരസമിതി അറിയിച്ചു. KPCCയുടെ മിഷൻ 2025 ഭാഗമായുള്ള വാർഡ് സമ്മേളനങ്ങൾക്ക് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ തുടക്കമായി. പശ്ചിമലയിൽ നടന്ന വാർഡ് സമ്മേളനം INTUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പതാക ഉയർത്തി. പിന്നീട് നടന്ന സമ്മേളനത്തിൽ മുൻ വാർഡ് പ്രസിഡന്റ് ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യത്തിലേക്ക് നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ച ഈ ഒരു വിജയം നിലനിർത്തണമെങ്കിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്ന് നമ്മുടെ പാർട്ടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർഡ് കമ്മിറ്റികൾ മുതൽ പുനഃസംഘടന നടത്തിക്കൊണ്ട് എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നമുക്ക് 2023 അവസാനം 2025 അവസാനം നടക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും 2026 നടക്കുന്ന നിയമസഭാ ഇലക്ഷനും നമുക്ക് മികച്ച വിജയമുണ്ടാക്കണം. NGO അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി M. ഉദയസൂര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുതിർന്ന നേതാക്കളെ ആദരിച്ചു. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം PR അയ്യപ്പൻ, DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടുത്ത്, R. ഗണേശൻ, ശാന്തി രമേശ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അടിത്തറയായ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രകാശം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന പ്രതീകത്തെ മറയ്ക്കാൻ കഴിയില്ലെന്നത് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയും സ്വാതന്ത്ര്യ സമരവും ഉണ്ടായത്. കോൺഗ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാകാനും ഗാന്ധിജിയാണ് കാരണമായത്. രാജ്യത്തിന്റെ അടിത്തറയായ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രകാശം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന പ്രതീകത്തെ മറയ്ക്കാൻ കഴിയില്ലെന്നത് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം അദ്ദേഹത്തെ കാണുന്ന അഹിംസയുടെ പ്രവാചകനായിട്ടാണ്. യുദ്ധവും വെറുപ്പും ഭീകരാക്രമണവും നടക്കുന്ന രാജ്യത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകത്തിൽ സമാധാനത്തിൻ്റെ ആഹ്വാനം നൽകി ലോകത്തിൽ ഒരു പ്രകാശ ഗോപുരം പോലെ തിളഞ്ഞു നിൽക്കുന്ന ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും മരണം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട ലോകത്തിലെ അപൂർവം മനോചരിത്രത്തിലെ അപൂർവം വ്യക്തിത്വങ്ങളിലൊന്നാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം നമുക്കറിയാം. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിന്റെ ജീവിത ദർശനങ്ങളായ സത്യം, അഹിംസ, സേവനം, ഉൾക്കൊള്ളൽ, സ്വയം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ പുനരർപ്പണം ചെയ്യുകയാണ്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ മനോജ് മുരളി, ജോസ് മുത്തനാട്ട, നിതിൻ ലൂക്കോസ്, ഷാജി വെള്ളമാക്കൽ, സിജു ചക്കുമൂട്ടിൽ, ജോമോൻ തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു.
രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 155ാം ജന്മദിനം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണനെ കൊടുത്ത നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ആ ഗുരുവിനെ ആസ്വദിച്ചുകൊണ്ട് രാജ്യത്ത് 2ാം ക്ലാസ് യാത്രക്കാരനായി ട്രെയിനിലൂടെ യാത്ര ചെയ്ത് ലോകത്തെ കാണുവാൻ കഴിഞ്ഞ ആ ദേശീയ നേതാവ്, ലോകത്തിൻ്റെ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമാണ്. അന്ന് മഹാത്മജി ഉയർത്തിപ്പിടിച്ച മൂല്യം ലോകത്ത് അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും ആ മുദ്രാവാക്യത്തിൻ്റെ കുടിക്കുറ എത്തിക്കൊണ്ടാണ് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും യാത്ര ചെയ്യുന്നത്. ഇത് നമുക്കറിയാം. രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടം തയ്യാറായി നിൽക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം അഴിമതിയിൽ മുൻകൂട്ടി നിൽക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ രാഷ്ട്രമെന്ന് കാണുകയാണ്. ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ലോകാവസാനത്തോളം ഉണ്ടാകും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി. KPCC അംഗങ്ങളായ MK പുരുഷോത്തമൻ, നിഷ സോമൻ, ജോയി മൈലാടി, TJ പീറ്റർ, ജാഫർ ഖാൻ മുഹമ്മദ്, ടോമി പാലക്കൽ, സുരേഷ് രാജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളും പൊതുവിടങ്ങളും ശുചീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യങ്ങൾ നീക്കിയുമാണ് ആശുപത്രി ജീവനക്കാർ പരിപാടി സംഘടിപ്പിച്ചത്. ശുചീകരണ പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിലും സർക്കാർ ജീവനക്കാരെ പങ്കെടുപ്പിച്ചുള്ള ശുചീകരണ പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളും പൊതുയിടങ്ങളുമൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളും പൊതുയിടങ്ങളുമൊക്കെ ശുചീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഉപ്പുതറ CHC-യിലും വണ്ടമേട് CHC-യിലും പട്ടികജാതി പട്ടികവർഗ ആഫീസ്, ഡയറി ആഫീസ്, അതോടൊപ്പം തന്നെ കോടാലിപ്പാറയിലെ ഹോസ്റ്റൽ അടക്കമുള്ള പ്രദേശങ്ങളാണ് ചെയ്യുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആഫീസുമായി ബന്ധപ്പെട്ട് 4 വ്യത്യസ്തങ്ങളായ ആഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മുഴുവൻ ജീവനക്കാരെയും വെച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. പരിപാടിയിൽ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗ്രാൻബി LP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ അധ്യാപകരും PTA അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. PTA പ്രസിഡന്റ് അനസൂയയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ M. സുരേഷ്, പൊതുപ്രവർത്തകനായ അജു, PTA വൈസ് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ് നേതൃത്വം നൽകി. സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധിജിയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അധ്യാപകരും PTA അംഗങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ് ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡും പരിസരവും ടാക്സി സ്റ്റാൻഡും ശുചീകരിച്ചു. കൂടാതെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കട്ടപ്പനയിൽ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. വിവിധ ആഘോഷ പരിപാടികളും സേവന പരിപാടികളും ഒക്ടോബർ 2 ഭാഗമായി നടന്നു. സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശുചീകരണ ക്യാമ്പയിന്റെയും 46 മിനി MCF-കളുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശങ്ങൾ എങ്ങനെ ശുചിയായി സ്വീകരിക്കുമോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ, കർത്തവ്യം. നമ്മൾ ഒരു വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ അത് നമ്മളെ തന്നെയല്ല ബാധിക്കുന്നത്, നമ്മുടെ നാടിനെയും ബാധിക്കുന്നു എന്ന് നമ്മളെല്ലാവരും അത് കരുതേണ്ടതാണ്. നഗരസഭാ കൗൺസിലർമാർ, വുമൻസ് ക്ലബ്, പുളിയൻമല ക്രൈസ്റ്റ് കോളേജ്, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹരിതകർമ്മസേന, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നടന്നത്. നഗരസഭാ മുൻ വൈസ് ചെയർമാൻ ജോയി അണിത്തോട്ടം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും
വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി അധ്യക്ഷനായിരുന്നു. മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബിബി, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വുമൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയ്ക്ക് പോർട്ടബിൾ ക്യാമറ നൽകി. കട്ടപ്പനയിൽ മാലിന്യം വലിച്ചെറിയുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കട്ടപ്പന വുമൺസ് ക്ലബ് നഗരസഭയ്ക്ക് പോർട്ടബിൾ ക്യാമറ നൽകിയത്. ക്ലബ് പ്രസിഡന്റ് റിച്ചി സിബി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് ക്യാമറകൾ കൈമാറി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനം പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ, സർക്കാർ ഓഫീസുകളുമൊക്കെ മാലിന്യമുക്തമാക്കുന്നതിനും അതോടൊപ്പം ഹരിത പ്രോട്ടോകോൾ ആക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരം, കോടാലിപ്പാറ ഹോസ്റ്റൽ, പട്ടികജാതി വികസന ഓഫീസ്, ട്രൈബൽ ഓഫീസ്, പുറ്റടി CHC, അഡീഷണൽ CDP ഓഫീസ്, വാഴവര ഡയറി സെന്റർ എന്നിവിടങ്ങളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, സ്കൂളുകൾ തുടങ്ങിയവ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി. കട്ടപ്പന KSEBയിൽ മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. KSEBയുമായി ഉപഭോക്താക്കൾക്കുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, ബോർഡ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നതിനും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നതിനായി ഉപഭോക്തൃ സംഗമം ഒക്ടോബർ 4-ന് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഈ വരുന്ന വെള്ളിയാഴ്ച ഒക്ടോബർ മാസം 4-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കട്ടപ്പന മലനാട് SNDP ഹാളിൽ വെച്ച് ഉപഭോക്തൃ സംഗമം നടത്തുന്നുണ്ട്. KSEB ഉപഭോക്താക്കളുടെ ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾ പരിഹരിക്കുകയും അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും അവരോടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് KSEB ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈജു ജോസഫ്, AE അനു തോമസ്, സൂപ്രണ്ടുമാരായ ശ്രീലത KL, KG ബിജുമോൻ, VR ബിജുമോൻ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ പ്രദേശം ശുചിയാക്കി. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, പ്രസിഡന്റ് സിന്ധു എന്നിവർ സംസാരിച്ചു. NSS യൂണിറ്റ് അംഗങ്ങൾ ശുചീകരണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് നൽകിക്കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ നിന്നും റാലി സംഘടിപ്പിച്ചു. ഗാന്ധി സ്മൃതി സംഗമം കൊച്ചുതോവാളയിൽ നടന്നു. PC മാത്യു പതാക ഉയർത്തി. ഹരിതകർമ്മ സേനാംഗങ്ങളെ ചെയർപേഴ്സൺ ബീന ടോമി ആദരിച്ചു. കൗൺസിലർ CB പാറപ്പായി, ബൂത്ത് പ്രസിഡന്റ് സജോമോൻ ജോർജ്, വാർഡ് പ്രസിഡന്റ് ടോമി പാച്ചോലിൽ, ജിതിൻ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭ 27-ാം വാർഡ് തൊവരയാറ്റിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പള്ളിമേട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ, ആഞ്ഞിലിപ്പാലം ഭാഗം കുടുംബശ്രീ പ്രവർത്തകർ, നരിയമ്പാറ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM സൗത്ത് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനം നടത്തി. മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി നടപ്പിലാക്കിയ പരിപാടി CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നേതാക്കളായ ലിജോബി ബേബി, CR മുരളി, KN ചന്ദ്രൻ, ജോബി എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി, വ്യാപാരി വ്യവസായി സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ നേതാക്കളായ ടോമി ജോർജ്, TG M രാജു, ഫൈസൽ ജാഫർ, മജീഷ് ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ റീച്ച് വേൾഡ് വൈഡ് സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25ഓളം ആളുകളാണ് സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തദാനം ചെയ്തത്. കാഞ്ചാർ സ്നേഹത്തണൽ കൂട്ടായ്മയുടെയും ടൗൺ വാർഡിൽ ഉൾപ്പെട്ട ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. മിനി MCF ഇരിക്കുന്ന പരിസരങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, PC തോമസ്, രാജു നിവർത്തിൽ, ജോണി വടക്കൻ, സുലോചന, സരസമ്മ എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം ഉപ്പുതറയിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവയുടെയും ആഭിമുഖ്യത്തിൽ ഉപ്പുതറ ടൗണിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന വിധം വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് റാലി നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ആരോഗ്യ മേഖലയിലാണ്. വഴിയോരങ്ങളിൽ കാണുന്ന ചെറിയ മണക്കട, ചെറിയ കാപ്പിക്കടകൾ പോലെ തന്നെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അതിനാവശ്യമായ ആവശ്യക്കാർ അല്ലെങ്കിൽ ഡിമാൻഡുണ്ട് എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. തുടർന്ന് ലഹരി വിരുദ്ധ പരിപാടികൾ, തെരുവ് നാടകങ്ങൾ, സൈക്കിൾ റാലി,
ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിക്കൽ എന്നിവ നടന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജി അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ലാലി സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ജിജിമോൻ ജേക്കബ്, ക്രിസ്റ്റീന ജോൺ, ജോയ്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനാഘോഷം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മൃതി സംഗമം എന്ന പേരിലാണ് ഗാന്ധി ജയന്തി ആഘോഷം നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പതാക ഉയർത്തി. ഗാന്ധിജിയുടെ മാർഗദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കും അസഹിഷ്ണുതയ്ക്കുമെതിരെ പോരാടുവാൻ നാം പ്രാപ്തരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ അതാണ് നമ്മുടെ നാടിന്റെ ആത്മാവായി മാറിയത്. അതുകൊണ്ട് ആണ് മഹാത്മജിയെ നമ്മുടെ രാജ്യം എന്നും ഒരു മഹാത്മാവായി ആദരിക്കുന്നതിന്റെ കാര്യം അതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ വർഗീയതയും അസഹിഷ്ണുതയും ഫാസിസ്റ്റ് ചിന്താഗതിയും എതിർക്കുന്നവരുടെ കയ്യും കാലും വെട്ടുകയും അവരെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഗാന്ധിയൻ ചിന്താഗതികൾക്ക് സത്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടുവേണം പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്നുള്ള വലിയൊരു ആഹ്വാനം നമുക്ക് നൽകുന്നത്. വാർഡ് പ്രസിഡന്റ് ടോമി പാറക്കൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ DCC അംഗം ജോയി ആടിത്തോട്ടം, പ്രശാന്ത് രാജു, ടോമി പുളിമുട്ടിൽ, ജിനോഷ് കളത്തുകുളങ്ങര, ലിജോ പേരാലിങ്കൽ, അപ്പച്ചൻ ചാവക്കാലായിൽ, ഷിബു തറപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇരട്ടിയാറിൽ തുടക്കം കുറിച്ചു. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാരും അധ്യാപകരും ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി. ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ജൈവ മാലിന്യ സംസ്കരണത്തിനായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയായ വിൻഡ്രോ കമ്പോസ്റ്റ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 10 നടക്കും. മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിനായി ആരംഭിക്കുന്ന RRFന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും പരിപാടിയിൽ നടന്നു. നമ്മുടെ മഹാത്മാവ് നമ്മൾക്ക് തന്ന സന്ദേശം ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ തേര് തെളിച്ച ആ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ 1000 പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ നാട് ഒരു നല്ല സൗന്ദര്യമുള്ള നാടാക്കി മാറ്റാൻ വേണ്ടി, നമ്മുടെ കേരളം, കൊച്ചു കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നത്. ഈ ക്യാമ്പയിൻ നീണ്ടു നിൽക്കുന്നത് മാർച്ച് 30 വരെയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന പടിയിലാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഒക്ടോബർ 2 ഇവിടെ തിരശ്ശീല വീണിരിക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ, റിച്ചി ലിപ്പുലിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രി പരിസരം YMCAയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. കട്ടപ്പന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജാത O ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന YMCA പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജാത O ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നത് ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതിനായി താലൂക്ക് ആശുപത്രി തിരഞ്ഞെടുത്ത YMCAയുടെ ഭാരവാഹികളെ ആദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. YMCA സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ശുചീകരണ പ്രതിരോധ കിറ്റുകൾ കട്ടപ്പന YMCA പ്രസിഡന്റ് രജിത് ജോർജ്, സെക്രട്ടറി KJ ജോസഫ് എന്നിവർ ആശുപത്രി ജീവനക്കാർക്ക് കൈമാറി. ജോർജ് കുട്ടി പൗലോസ്, UC തോമസ്, ഷെമിൽ MA, ലാൽ പീറ്റർ PG, ബോസ് ഇഗ്നേഷ്യസ്, ഷിബു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സ്നേഹാദരവ് നൽകി. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ജിൻസിറിയക് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയെ മാലിന്യമുക്തമായ മാതൃകാ നഗരമായി പരിപാലിക്കാൻ സ്വന്തം തൊഴിൽ കൊണ്ട് സേവനം ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്കാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകിയത്. കട്ടപ്പന നഗരത്തിന് വൃത്തിയും വെടിപ്പുമുള്ള പുലർക്കാല കാഴ്ചകൾ ഒരുക്കാൻ രാവും പകലുമില്ലാതെ ജോലിയെടുക്കുന്ന നഗരസഭയിലെ 10ഓളം ശുചീകരണ തൊഴിലാളികളെയാണ് ആദരിച്ചത്. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ജിൻസിറിയക് ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലുങ്കുപാറ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ KS, ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, മോൻസി, മധുസൂദനൻ നായർ, PV ബിജു, രാജേഷ് കീഴേവീട്ടിൽ, ഷിബു കൂടല്ലി, ബിജു ചാക്കോ, ചന്ദ്രശേഖരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ ഗാന്ധി ജയന്തി സന്ദേശം നൽകി. ഈ അവസരത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും തങ്ങളുടേതായ മഹത്തായ സംഭാവനകൾ സമൂഹത്തിന് ഇന്ത്യയൊട്ടാകെ, അതിനുപരി എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുള്ളവർ അഭിമാനിക്കുന്ന ഒരു ദിനം കൂടിയാണ്. ഒരു രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംഭാവനകൾ വിസ്മരിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനും കടന്നു പോകാൻ പറ്റിയാത്തൊരു ദിവസമാണ് നമ്മൾ ഇന്ന് വളരെ പരിപാവനമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ വിശുദ്ധമായ ഒരു പങ്കുവയ്ക്കലാണ് ഇന്ന് രാജ്യമൊട്ടാകെ നടത്തിയിരിക്കുന്നത്. DCC അംഗം ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജേന്ദ്രൻ മാരിയിൽ, ജയേഷ് ഐക്കരക്കുന്നിൽ, രാജു ചെമ്പൻകുളം, INTUC മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ജോസഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് മാടത്തിൽ, മരിയൻ കോളേജ് അധ്യാപകൻ അനീഷ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഹരിത സ്ഥാപന പ്രഖ്യാപനവും നടന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടികൾ പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നടന്നത്. ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ബ്ലോക്ക് പഞ്ചായത്ത് പരിസര ശുചീകരണവും ഇതോടൊപ്പം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളായ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ഓഫീസ്, വനിതാ ശിശു വികസന ഓഫീസ്, ക്ഷീരവികസന വകുപ്പ് ഓഫീസ്, LSGD എന്നിവയുടെ മേധാവികളും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതചട്ടം പാലിക്കുന്നതായുള്ള പ്രഖ്യാപനവും പരിപാടികളുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. അതിനായിട്ട് ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഇന്ന് ആരംഭിച്ച് 2025 മാർച്ച് 30 അവസാനിക്കുന്ന ഈ ക്യാമ്പയിൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നല്ല രീതിയിൽ നമ്മുടെ ഓഫീസുകളൊക്കെ ആണെങ്കിലും ആ രീതിയിൽ തന്നെ അതിന്റെ ചട്ടം അനുസരിച്ചുകൊണ്ട് നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഒരു ഹരിത സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു ചട്ടം അനുസരിച്ച് നാളുകളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ഘടക സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിന്റെ മേധാവികളും അവരുടെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ തോമസ് അധ്യക്ഷനായിരുന്നു. ജോയിന്റ് BDO സൈലേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എബി തോമസ്, ആലീസ് വർഗീസ്, ഡോളി സുനിൽ, ജോഷി കരിവേലിൽ, CDPO ഷിജിമോൾ KS തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോൺഗ്രസ് ഇരട്ടിയാർ ഉപ്പുകണ്ടം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. NGO അസോസിയേഷൻ മുൻ ഭാരവാഹി KM മാത്യു ഉദ്ഘാടനം ചെയ്തു. ആദരിക്കുകയും ചെയ്യുന്ന മഹാനായ ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകമെമ്പാടും സമാധാനപരമായി കൊണ്ടാടുന്നുള്ളതാണ്. ഗാന്ധിജിയെ ഇന്ത്യ മറന്നാലും ലോകം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അധികാരത്തിൻ്റെയും കച്ചവട താല്പര്യത്തിൻ്റെയും പേരിൽ 3 നൂറ്റാണ്ടോളം നമ്മുടെ ഭാരതത്തെ അടിമത്തത്തിൽ കൊണ്ടുനടന്ന ഒരു കാലഘട്ടം. അന്നത്തെ ഭാരതം എന്ന് പറയുന്നത് ഇത് വൈദേശിക ആധിപത്യത്തോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിൽ തന്നെ അന്തസ്സത്തിലും പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജാക്കന്മാരും. മഹാത്മാഗാന്ധിയുടെ 155ാമത് ജന്മദിനം വിപുലമായ രീതിയിലാണ് ഇരട്ടിയാർ ഉപ്പുകണ്ടം വാർഡ് കമ്മിറ്റി ആഘോഷിച്ചത്. പരിപാടികൾക്ക് കോൺഗ്രസ് ഉപ്പുകണ്ടം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ്, കോൺഗ്രസ് വെട്ടിക്കുഴ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ജിറ്റോ വേഴാനത്ത്, ഉപ്പുകണ്ടം വാർഡ് മെമ്പർ രതീഷ് ആലേപ്പുരിക്കൽ, ബൂത്ത് പ്രസിഡന്റ് സാബു നടുവിലെടുത്ത, ഉപ്പുകണ്ടം ബൂത്ത് പ്രസിഡന്റ് ചെറിയച്ചൻ കാട്ടുപറമ്പിൽ, നത്തുകല്ല് മിൽമ പ്രസിഡന്റ് ഷാജി കുറുമണ്ണിൽ, ബെന്നി പാറക്കോട്ടിൽ, ലിസി ഇല്ലിമുട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭ നത്തുകല്ല് 7-ാം വാർഡിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പരിപാടികൾ നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ സൗമ്യ IS ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെട്ടിക്കുഴക്കവല സാംസ്കാരിക നിലയത്തിന്റെ പരിസരം ശുചീകരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. CDS ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ സൗമ്യ IS ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് നമുക്ക് ഇവിടെ ഒത്തുകൂടി ഇവിടെയുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളിയാവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. കുടുംബശ്രീ
നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന FNSW പ്രോഗ്രാമിൻ്റെ ഭാഗമായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു അനുഭവമായി തന്നെ നമ്മൾ കരുതേണ്ടതാണ്. തുടർന്ന് റോഡിന് വശങ്ങളിൽ വളർന്നു നിന്ന കാടുപടലങ്ങൾ വെട്ടി നീക്കി. സ്നേഹിത സർവീസ് പ്രൊവൈഡർ മായ VR, നഗരസഭാ മുൻ കൗൺസിലർ ലൗലി ഷാജി, ലിസി ജോണി, മായ ബിച്ചു, ബീന സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും റേഞ്ചേഴ്സ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതാ ജ്യോതി എന്ന പേരിൽ NSSL സംസ്ഥാനത്തുടനീളം നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് റാലി സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും ആമയാർ ടൗണിലേക്ക് നടത്തിയ റാലിയിൽ ലഹരിക്കെതിരായ പ്ലക്കാർഡുകളും ഏന്തിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന തെരുവ് നാടകം ചടങ്ങിന്റെ മാറ്റുകൂട്ടി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. പരിപാടി വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫിറോസ് CM അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ അബ്ദുൾ റഷീദ് PP, മഞ്ജുഷ A, രാജേഷ് കുമാർ PG, ഷെരീഫ് A എന്നിവർ നേതൃത്വം നൽകി. കുന്നത്തടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരം സന്ദർശിച്ചു. യൂണിറ്റിലെ 88 കുട്ടികളും അധ്യാപകരുമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ സ്നേഹമന്ദിരം സന്ദർശിച്ചത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹമന്ദിരവും പരിസരവും SPC കേഡറ്റുകൾ വൃത്തിയാക്കി. അന്തേവാസികൾക്ക് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഇവർ എത്തിച്ചു നൽകി. സ്നേഹമന്ദിരത്തിലെ വിവിധ തലമുറയിൽപ്പെട്ട ആളുകൾ കുട്ടികളുടെ മുൻപിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞങ്ങൾ ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ എത്തിച്ചേർന്നതാണ്. ഞങ്ങളുടെ ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതിയായിരുന്നു ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത്. ഇവിടുത്തെ അന്തേവാസികളുമായിട്ട് അവരുമായിട്ട് ഇന്നൊരു കൂടിക്കാഴ്ച നടത്തുക. ഒപ്പം തന്നെ ഇവിടെ ഇന്ന് ഒക്ടോബർ 2 കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താം, അങ്ങനെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി കൂടെ ആവും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ കുട്ടികളിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ കളക്ട് ചെയ്തു. ഒപ്പം തന്നെ ഇവിടെ ആവശ്യമുള്ള അത്യാവശ്യം മറ്റു വസ്തുക്കളും കളക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നത്. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബോബി പോൾ, ആൻമരിയ, സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹൈറേഞ്ചിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എഴുകംവയൽ കുരിശുമലയിൽ ആദ്യ വെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങൾ രാവിലെ 10 മണി മുതൽ കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ നടക്കും. വികാരി ഫാദർ തോമസ് വട്ടമല, സഹവികാരി ഫാദർ ലിബിൻ വെള്ളിയാംതടം എന്നിവർ നേതൃത്വം നൽകും. രാവിലെ 10 മണിക്ക് ജപമാലയും തുടർന്ന് ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ നെടുങ്കണ്ടം, ആദിയാർപുരം, തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പാതയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത്. 8 മാസത്തിലധികമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ജനുവരിയിലാണ് മുണ്ടിയിരുമ പാമ്പാടുംപാറ തെക്കേ കുരിശുമല റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആദിയാർപുരം തെക്കേ കുരിശുമല മേഖലയിൽ ഉള്ളവർക്ക് പുറംലോകത്തെത്താനുള്ള ഏക മാർഗമാണിത്. 7.5 കിലോമീറ്ററോളം വരുന്ന പാതയ്ക്കായി 7.5 കോടി രൂപയാണ് അനുവദിച്ചത്. 2023 ജനുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ ഇതുവരെയും നിർമ്മാണം പാതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. 8 മാസത്തോളമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നാമത്തെ കാര്യം റോഡിന് വീതി കുറവാണ്. നമുക്ക് പറഞ്ഞ രീതിയിലുള്ള വീതി നിലവിൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട്. ഈ പാറയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് അവിടുത്തെ പാറ അവിടുന്ന് പലയിടങ്ങളിലും മറിച്ച് വിറ്റുന്നതിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പാറ പല പ്രദേശങ്ങളിലേക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ പാറയുള്ള പ്രദേശങ്ങളിൽ വീതി കൂടുതലായിട്ടും പാറ കുറഞ്ഞ പ്രദേശങ്ങളിൽ വീതി കുറവായിട്ടും ആ രീതിക്കാണ് റോഡ് പോയിരിക്കുന്നത്. അപ്പം ഇതുവഴി പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഇതുവഴി പോകുന്ന, ഇപ്പം മുണ്ടിരിമ കാണിക്കുവാണെങ്കിൽ ഇതുവഴിയാണ് കാണിക്കുന്നത്. മിക്ക ആളുകളും, പരിചയമില്ലാത്ത മിക്ക ആളുകളും ഇതുവഴി യാത്ര ചെയ്യും. ഇടയ്ക്കെത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും മോശം റോഡാണ്. ചെറിയ ചെറിയ അപകടങ്ങൾ, ബൈക്കുകളാണെങ്കിലും മറിഞ്ഞു പോവുക. അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ, അവർക്ക് ചെറിയ പണികൾ മിക്ക ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ദിനം പ്രതി അവർക്ക് വാഹനത്തിന് എന്നും ഓരോ മെയിൻ്റനൻസ് വർക്കുകളാണ്. നിലവിൽ പല ഭാഗത്തും ടാറിങ്ങിനായി മെറ്റൽ നിരത്തിയിട്ടുണ്ട്.
മെറ്റൽ ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചും നാട്ടുകാർ ആരോപണമുന്നയിക്കുന്നു. വെള്ളം ശക്തമായി ഒഴുകുന്ന ഭാഗങ്ങളിൽ പോലും കലുങ്കുകൾ ഇല്ല. റോഡിന്റെ വശങ്ങളും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പല ഭാഗത്തും കയറ്റിറക്കങ്ങൾ കുറയ്ക്കുകയോ ആവശ്യത്തിന് വീതി വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നൂറേക്കറിൽ നിന്ന് മുന്തിരിമിച്ച് പോകുന്ന എളുപ്പം ഒരു വഴിയായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നൂറേക്കറിൻ്റെ ഭാഗം എന്ന് പറയുന്നിടത്ത് നല്ല ടാറിംഗ് ഒക്കെ. അപ്പം മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നവർ അപ്പം മുന്തിരിമ, രാമക്കൽമേട്, പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനായിട്ട് എളുപ്പം ഒരു വഴിയാണെന്ന് കരുതി ഈ വഴിയെ വരും. വന്നു കഴിയുമ്പോൾ ഓരോ കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വഴിയിൽ മുന്നോട്ടും പോകത്തില്ല പുറകോട്ടും പോകത്തില്ലാത്ത വിധത്തിൽ അവസ്ഥയിൽ കിടക്കുന്നത്. അതുപോലെ ദുർഘട ചെയ്തു വെച്ചേക്കുന്ന ചില ഭാഗം ഈ മരണക്കണി പോലെയാണ് ഈ പ്രദേശമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സ്കൂൾ ബസ്സുകൾ ഇവിടേക്ക് എത്താറില്ല. റോഡ് ആരംഭിക്കുന്ന മേഖലയിൽ ടാറിംഗ് നടത്തിയിട്ടുള്ളതിനാൽ ഇതുവഴി കടന്നുവന്ന് പ്രതിസന്ധിയിലാകുന്ന വാഹനങ്ങളും നിരവധിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അതുപോലെ കോൺട്രാക്ടറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കുന്ന ഒരു സ്വഭാവമല്ല. അപ്പോൾ ഡിസ്ട്രിക്ട് എഞ്ചിനീയറാണ് ഇതിന്റെ സൂപ്പർവൈഷൻ എഞ്ചിനീയറായിട്ട് ഇവിടെ വന്ന് അവരുടെ കീഴിലുള്ള ആൾക്കാരെ എല്ലാം വെച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ തകരാറാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഈ റോഡെല്ലാം കുത്തിപ്പൊളിയാനുള്ള കാരണം അവർ നിന്ന് ചെയ്യിപ്പിച്ച റോഡായതുകൊണ്ട് അതിന്റെ ആ സ്വാഭാവിക രീതി ചെയ്യാത്തതുകൊണ്ട് ആണ് ഈ റോഡ് മുഴുവൻ നശിച്ചു പോയത്. അതുകൊണ്ട് അവരെ അന്വേഷിച്ചിട്ട് അവരെ യാതൊരു വിവരങ്ങളും പറയുന്നില്ല. എങ്കിൽ പോലും ആ ഡിസ്ട്രിക്ട് എഞ്ചിനീയറുടെ പേരിലും ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും പേരിൽ നടപടി ഗവൺമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് ഈ റോഡ് എത്രയും വേഗം പൂർത്തീകരിച്ചു തരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം എസ്റ്റിമേറ്റിലെ അപാകതകൾ മൂലമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനാവാത്തതെന്നാണ് കരാറുകാരന്റെ വിശദീകരണം. നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം മികച്ച രീതിയിൽ നിർമ്മാണം നടത്താനാവില്ല. ഇക്കാര്യങ്ങൾ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത്. മികച്ച നിലവാരത്തിലുള്ള പുതിയ റോഡ് പ്രതീക്ഷിച്ച നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന ഭേദപ്പെട്ട ഗ്രാമീണ പാത പോലും നഷ്ടമായ സാഹചര്യമാണ് നിലവിൽ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും മന്ത്രി. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനം ഒക്ടോബർ 8 നടക്കും. വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പിരിമിഡ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്കിടെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കടന്നൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് ഇത് 3ാം തവണ. ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം. മുടങ്ങിയിരിക്കുന്നത് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ നെടുങ്കണ്ടം, ആദിയാർപുരം, തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയുടെ നിർമ്മാണം. 8 മാസത്തിലധികമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.